ഒരു മാസം മുമ്പാണ് രേഖ രതീഷ് ചില പ്രണയവിശേഷങ്ങൾ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത്. പ്രിയപ്പെട്ടവനെ കാണാൻ ഫ്ലൈറ്റിൽ കയറി പോകുന്നതും അവിടെ എത്തിയ വിശേഷങ്ങളുമായി ഒട്ടനവധി സന്തോഷ നിമിഷങ്ങളായിരുന്നു രേഖ രതീഷ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത്. ഇപ്പോഴിതാ രേഖയെ കാണാൻ വേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു. രേഖയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. അത് പ്രമാണിച്ചാണ് രേഖയെ കാണുവാനും അല്പനിമിഷം ഒരുമിച്ച് ചിലവഴിക്കാനും പിറന്നാൾ ആഘോഷിക്കാനും രേഖയുടെ പ്രിയപ്പെട്ടവനും തമിഴ് സീരിയൽ സിനിമ നടനുമായ ഈശ്വർ രഘുനാഥ് എത്തിയത്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് കുറിച്ചുകൊണ്ട് രേഖയെ ടാഗ് ചെയ്തുകൊണ്ടുമാണ് ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ രഘുനാഥ് പങ്കുവച്ചത്. നടി മേഘ രതീഷ് നായികയായി എത്തുന്ന തമിഴിലെ ഇരുമാകല്യ എന്ന പരമ്പരയിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത് ഈ ഈശ്വർ രഘുനാഥനാണ്. പുതിയ പരമ്പരയുടെ തിരക്കുകൾക്കിടയിലാണ് ഈശ്വർ പ്രിയപ്പെട്ടവളെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ആദ്യമായി രേഖ ഒരു വീഡിയോ പങ്കുവച്ചതോടുകൂടിയാണ് ഈ പ്രണയവാർത്ത ആരാധകർ അറിഞ്ഞതും. പ്രിയപ്പെട്ടവനെ കാണുവാൻ വേണ്ടി വിമാനം കയറി പോകുന്ന ചിത്രവും ശേഷം കൈനിറയെ കുപ്പിവളകൾ ഇട്ട് സുന്ദരിയായി പ്രിയപ്പെട്ടവനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളുമാണ് അതിൽ കാണാൻ കഴിയുക. തികച്ചും പ്രണയാർദ്രമായ നിമിഷങ്ങളിൽ രേഖയുടെ കാൽപാദം അദ്ദേഹം പിടിച്ചു നിൽക്കുന്നതും ഇരു കൈകളും കോർത്തു പിടിച്ച് പ്രണയാർദ്രമായി നിൽക്കുന്ന ചിത്രങ്ങളും അങ്ങനെ മനോഹരമായ ഒട്ടനവധി ചിത്രങ്ങളാണ് രേഖ രതീഷ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത്. താരം പങ്കുവച്ച വീഡിയോ ലക്ഷക്കണക്കിന് ആരാധകർ കാണുക മാത്രമല്ല സ്നേഹം പങ്കുവെച്ചുകൊണ്ടുള്ള ഒട്ടനവധി കമന്റുകളും വീഡിയോയ്ക്ക് താഴെ കണ്ടിരുന്നു. ഭർത്താവും കുട്ടികളും ഒക്കെയായി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് രേഖ രതീഷ്. എന്നാൽ പല കാരണം കൊണ്ട് അങ്ങനൊരു സന്തോഷ ജീവിതം രേഖയ്ക്ക് ലഭിച്ചില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മകനൊപ്പം ജീവിക്കുന്ന രേഖ രതീഷിന് വളരെ ചെറുപ്പത്തിൽ തന്നെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും വളരെ പവർഫുൾ ആയിട്ട് തന്നെ ഇൻഡസ്ട്രിയിൽ സജീവമാണ്. നായിക പ്രാധാന്യമുള്ള താരം അഭിനയിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ഇരു കൈ നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതും. ഇപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് രേഖ രതീഷ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവയ്ക്കുന്നത്. മികച്ച കോറിയോഗ്രാഫറും കൂടിയായ രേഖ കലാകുടുംബത്തിൽ നിന്നാണ് ഇൻഡസ്ട്രിയിൽ എത്തിയത്. രേഖയുടെ അച്ഛൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അമ്മ നാടക നടിയുമായിരുന്നു. മാതാപിതാക്കൾ വിവാഹമോചനം നേടിയപ്പോൾ രേഖ രതീഷ് അച്ഛൻ്റെ ഒപ്പം ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു. 18-ാം വയസ്സിലാണ് രേഖയുടെ ആദ്യ വിവാഹം നടന്നത്. എന്നാൽ അധികം വൈകും മുമ്പ് തന്നെ ആ വിവാഹം വേർപിരിയേണ്ടി വന്നു. തുടർന്ന് ഈ ഇൻഡസ്ട്രിയിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വിവാഹവും നടന്നു. നടൻ നിർമ്മൽ പ്രകാശിനെ വിവാഹം കഴിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം രേഖയെ തളർത്തുകയായിരുന്നു.